ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനമാണ് ഈ ക്ലാസ്സിൽ നാം പരിശോധിക്കുന്നത്. വേദപുസ്തകത്തിലെ 54-ാമത്തെയും പുതിയ നിയമത്തിലെ 15-ാമത്തെയും പുസ്തകമാണ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം. അപ്പോസ്തലനായ പൗലോസ് 7 സഭകൾക്ക് എഴുതിയ 9 ലേഖനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ 2 തെസ്സലോനിക്ക ലേഖനത്തോടുകൂടെ തീർന്നു. ഇനി വരുന്ന 4 ലേഖനങ്ങൾ ഇടയ ലേഖനങ്ങളാണ്, പാസ്റ്ററൽ എപ്പിസിൽസ്. 1 തിമോത്തി, 2 തിമോത്തി, തീത്തോസ്, ഫിലേമോൻ. ഈ ലേഖനങ്ങൾ ഇടയന്മാർക്ക് എഴുതിയ, മൂപ്പന്മാർക്ക് എഴുതിയ ലേഖനങ്ങളാണ്. അതിൽ 1-ാമത്തേത് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനമാണ്. നമുക്ക് ആ ലേഖനത്തിലേക്ക് വരാം. തിമോത്തിയോസ് ആര് എന്ന് നമ്മൾ നോക്കുമ്പോൾ, ലുസ്ത്ര ദർബ പ്രദേശത്ത് വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായിരുന്നു തിമോത്തിയോസ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് 2 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലുണ്ട്. 2 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ അമ്മയുടെയും വല്യമ്മയുടെയും പേരുണ്ട്. അമ്മ യുനീക്ക, വലിയമ്മ ലോവിസ്. എന്നാൽ അപ്പൻ്റെ പേര് ലഭ്യമല്ല. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവിസിലും അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പം അമ്മയുടെയും വലിയമ്മയുടെയും പേര് ഈ വാക്യത്തിലുണ്ട്. വലിയമ്മ ലോവിസ്, അമ്മ യുനീക്ക. എന്നാൽ അപ്പൻ്റെ പേര് നമുക്ക് ലഭ്യമല്ല. അപ്പൻ ഒരു യവനനായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. അതുകൊണ്ട് ഈ തിമോത്തിയോസ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി തീർന്നു. അദ്ദേഹം നല്ല സാക്ഷ്യമുള്ള ഒരുത്തനായിരുന്നു, ഒരു യുവാവായിരുന്നു. അങ്ങനെ അദ്ദേഹം അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു സഹപ്രവർത്തകനായിട്ട് മാറിയിട്ട് പൗലോസിൻ്റെ കൂടെ പല ദൗത്യങ്ങളും ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാം. അപ്പോസ്തല പ്രവൃത്തി 16-ന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ. അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു. ദർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോത്തിയോസ് എന്ന് പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വാക്യങ്ങൾക്കകത്തുണ്ട്. മനസ്സിലായോ? ഒന്നുകൂടെ വായിച്ചേ. അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ളൊരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോത്തിയോസ് എന്ന് പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. ശിഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. അപ്പൻ യവനനായിരുന്നു. അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ലൈനും കൂടെ വായിക്കാം. അവൻ തന്നോട് കൂടെ പോരേണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. തന്നോട് കൂടെ പോരേണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. അവന്റെ അപ്പൻ യവനനെന്ന്. അപ്പോൾ അങ്ങനെയാണ് പൗലോസിന്റെ കൂടെ കൂടിയത്. അവൻ എൻ്റെ കൂടെ പോരണം എന്ന് പൗലോസ് ഇച്ഛിച്ചു. അപ്പോൾ ആ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചോണം. അപ്പം അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു സഹപ്രവർത്തകനായി തീർന്ന തിമോത്തിയോസ് ധാരാളം ദൗത്യങ്ങൾ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ക്രിസ്തുവിനും ദൈവവേലയ്ക്കുമായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിച്ച പൗലോസിൻ്റെ തുല്യചിത്തനായ ഒരാളായിരുന്നു എന്ന് പൗലോസ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരു മനസ്സായിരുന്നു. പൗലോസിനും തിമോത്തിയോസിനും ഒരേ മനസ്സായിരുന്നു. ഒരുമിച്ച് ദൈവവേലയിൽ സമർപ്പിതരായിരുന്നു, സഹപ്രവർത്തകരായിരുന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. അവനോ മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ വാക്യങ്ങളിൽ നമ്മൾ കണ്ട ചില കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ, പൗലോസും തിമോത്തിയോസും തുല്യ ചിത്തരായിരുന്നു, ഒരേ മനസ്സുള്ള ആളുകളായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടുപേരും സ്വന്തം കാര്യം നോക്കിയില്ല. ആരുടെ കാര്യം നോക്കി? ക്രിസ്തുവിൻ്റെ കാര്യമാണ് നോക്കിയത്. പിന്നെ തിമോത്തിയോസ് പൗലോസിനോട് മകൻ അപ്പന് ചെയ്യുന്നത് പോലെ, അപ്പൻ്റെ കൂടെ ഒരു മകൻ നടക്കുന്നത് പോലെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഈ സിദ്ധത? നമുക്ക് റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും. എന്താണ് സിദ്ധത എന്നാണ് ഞാൻ ചോദിച്ചത്. സിദ്ധത എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ സ്വഭാവം, പ്രൂവൺ ക്യാരക്ടർ. പ്രവൃത്തികളാൽ ജീവിതം കൊണ്ട് തൻ്റെ സ്വഭാവം ഇന്നതാണ് എന്ന് തെളിയിക്കുകയാണ്. കഷ്ടത, സഹിഷ്ണുത, സിദ്ധത. കഷ്ടതയിൽ കൂടി കടന്നുപോയി സഹിഷ്ണുതയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവം തെളിഞ്ഞു വരുമെന്ന്. അതിനാണ്
സിദ്ധത എന്ന് പറയുന്നത്. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. സിദ്ധത എന്ന് പറഞ്ഞാൽ പ്രോവൺ ക്യാരക്ടർ, തെളിഞ്ഞ സ്വഭാവം. ആ വാക്യം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. സാധാരണ സിദ്ധത എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് സിദ്ധൻ എന്ന് കേട്ടിട്ടുണ്ടോ? സിദ്ധൻ. അപ്പോൾ നമുക്ക് വേറെന്തോ ചിന്തയാണ് വരുന്നത്. സിദ്ധൻ എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ തെളിഞ്ഞ ഒരു സ്വഭാവം ഉള്ള ആളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കാര്യം ചെയ്ത് ആൾ തെളിഞ്ഞു അല്ലേ, അങ്ങനെയാണ് സിദ്ധനായി തീരുന്നത്. അതുകൊണ്ട് മലയാളം പാട്ടുകളിലൊക്കെ സിദ്ധൻ എന്നൊക്കെയുള്ള പദമുണ്ട്. പക്ഷെ നമ്മൾ അർത്ഥം മനസ്സിലാക്കുന്നുണ്ടോ എന്നെനിക്ക് അറിയാൻ പാടില്ല. ഏതാണെങ്കിലും അവൻ്റെ സിദ്ധത എന്ന് പൗലോസ് എടുത്തു പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം തിമോത്തിയോസിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, തിമോത്തിയോസിനെയും പൗലോസിനെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ സമപ്രായക്കാരായിരുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചു എന്ന് എനിക്കറിയാൻ പാടില്ല. തിമോത്തിയോസിന് പൗലോസിൻ്റെ പകുതി പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസിന് 35 വയസ്സുള്ളപ്പോഴാണ് തിമോത്തിയോസ് ജനിക്കുന്നത്. തിമോത്തിയോസ് ഈ ലേഖനം പൗലോസ് എഴുതുമ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സുണ്ട്. അപ്പോൾ തിമോത്തിയോസിന് 35 വയസ്സ്. അപ്പോൾ പകുതി പ്രായം, ഒരു പ്രായമുള്ള ആളുടെ കൂടെ നടന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ബന്ധവും നമ്മൾ ഓർത്തിരിക്കണം. അത് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പൗലോസിൻ്റെ പകുതി പ്രായമുള്ള ഈ യുവാവിനെ, അതുകൊണ്ടാണല്ലോ നിൻ്റെ യൗവനമാരെയും നിൻ്റെ യൗവനമാരും തുച്ഛീകരിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ തിമോത്തിയോസിന് പ്രായം കുറവായിരുന്നെങ്കിലും പൗലോസ് അദ്ദേഹത്തെ വിളിക്കുന്നത് മാൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനുഷ്യൻ എന്നാണ്. അപ്പോൾ ആ നിലയിലേക്ക് ഉയരാൻ കഴിഞ്ഞത് അദ്ദേഹം അത്രയും ക്യാരക്ടർ ക്വാളിറ്റി, അതാണ് സിദ്ധത, തെളിഞ്ഞ സ്വഭാവം. 1 തിമോത്തി 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് ജനറലായിട്ട് പറഞ്ഞതല്ല, നീയോ സ്പെസിഫിക് ആയിട്ടാണ് പറയുന്നത്. വായിച്ചാട്ട്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. സോ യു ആർ എ മാൻ ഓഫ് ഗോഡ് എന്ന് അല്ലെ തിരിച്ചായിരുന്നു വിളിക്കേണ്ടിയിരുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. തിമോത്തിയോസ് പൗലോസിനെ കാണുമ്പോൾ യു ആർ എ മാൻ ഓഫ് ഗോഡ് എന്ന് നമുക്കും അങ്ങനെ തോന്നും. ഇപ്പോൾ രണ്ടുപേരും കൂടെ നടക്കുകയാണെങ്കിൽ നമ്മൾ ആരെ വിളിക്കും? പൗലോസും തിമോത്തിയോസും കൂടെ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ നമ്മൾ ആരെയാണ് വിളിക്കുന്നത് മാൻ ഓഫ് ഗോഡ് എന്ന്? തീർച്ചയായിട്ടും പൗലോസിനെയാണ്. പക്ഷെ പൗലോസ് പറഞ്ഞ് തിമോത്തി യു ആർ എ മാൻ ഓഫ് ഗോഡ്. അത്രയും പൗലോസ് വിളിക്കാൻ ഇടയായത് തീർച്ചയായിട്ടും അവൻ ആരായതുകൊണ്ടാണ്, സിദ്ധത, അവൻ്റെ സ്വഭാവം തെളിഞ്ഞതായതുകൊണ്ടാണ് എന്ന് ഓർത്തിരിക്കുക. പുതിയ നിയമത്തിൽ 24 പ്രാവശ്യം തിമോത്തിയോസിനെ കുറിച്ച് റെഫറൻസ് ഉണ്ട്. 24 റെഫറൻസസ് പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളിലായിട്ട്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലാണ് തുടങ്ങിയത്. 17-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ, 18-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, റോമാലേഖനം 16-ന്റെ 21, 1 കൊരിന്ത്യ ലേഖനം 4:17, 2 കൊരിന്ത്യ ലേഖനം 1-1, 19, ഫിലിപ്പ് ലേഖനം 1-1 എക്സെട്ര. അതങ്ങോട്ട് പോവുകയാണ്. 24 വാക്യങ്ങളിൽ അദ്ദേഹം റെഫേർഡ് അല്ലെങ്കിൽ പരാമർശിക്കപ്പെടുന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്നുണ്ടല്ലോ. തിമോത്തി എന്ന പേരിൻ്റെ അർത്ഥം ഓണേഡ് ബൈ ഗോഡ്, ദൈവത്താൽ മാനിക്കപ്പെട്ടവൻ. പൗലോസ് മാനിച്ചത് എന്തുകൊണ്ടാണ്? ദൈവം മാനിച്ചതുകൊണ്ടാണ്. ദൈവത്താൽ മാനിക്കപ്പെട്ടവൻ എന്നാണ് ആ പേരിൻ്റെ അർത്ഥം തന്നെ. അതുകൊണ്ടാണ് പൗലോസ് മാൻ ഓഫ് ഗോഡ് എന്ന് വിളിച്ചത്. ദൈവം മാനിക്കുന്നവരെ നമ്മളും മാനിക്കണം. അതുകൊണ്ടാണ് പ്രായം മാത്രം നോക്കിയിട്ടല്ല, പ്രായമല്ല ഒരാളുടെ പക്വത നിശ്ചയിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. പ്രായമായ പല ആളുകൾക്കും എന്തില്ല, ആത്മീയ പക്വതയില്ല. അതുകൊണ്ട് പ്രായം വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കൂടിക്കൊണ്ടിരിക്കും. പക്വത നമ്മൾ ദൈവമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് കൂടുന്നതെന്നുള്ള കാര്യം അറിയുക. ഈ ലേഖനം എഴുതിയ പശ്ചാത്തലം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, റോമൻ കാരാഗ്രഹത്തിൽ നിന്ന് മോചനം ലഭിച്ച പൗലോസ്, ആദ്യം കാരാഗ്രഹത്തിലായിരുന്നു, അവിടുന്ന് മോചനം ലഭിച്ച പൗലോസ് മക്കദോന്യ സന്ദർശിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ എഫേസോസിൽ പോകാനും അവിടെ താമസിച്ച് പ്രവർത്തിക്കാനും കഴിയാതെ ഇരുന്നത് കൊണ്ട് എഫേസോസിലെ വേല പൗലോസ് തിമോത്തിയോസിനെ ഏൽപ്പിച്ചു. 1 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നീ എഫേസോസിൽ താമസിക്കണം. അവിടെ താമസിപ്പിച്ചു, വേല ഏൽപ്പിച്ചു എന്ന് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ഞാൻ മക്കദോന്യയ്ക്ക് പോകുമ്പോൾ തന്നെ നിന്നോടൊരു കാര്യം അപേക്ഷിച്ചിരുന്നു. എന്താണ്? ദാറ്റ് യു ഷുഡ് സ്റ്റേ ഇൻ എഫെസോസ്. നീ എഫെസോസിൽ താമസിക്കണം. അപ്പോൾ അങ്ങനെ എഫെസോസിലെ വേല പൗലോസ് ആരെ ഏൽപ്പിച്ചു? തിമോത്തിയോസിനെ ഏൽപ്പിച്ചു. അപ്പോൾ ആ വേല ഏൽപ്പിച്ചപ്പോൾ യങ്സ്റ്റർ, പ്രായം കുറഞ്ഞ ആളാണ്. അതുകൊണ്ട് ആ വേലയിൽ, അതുകൊണ്ടാണ് യൗവനമാരും തുച്ഛീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞത്. നിൻ്റെ പ്രായം മുതലെടുക്കാൻ ആരെയും, അതിനേക്കാൾ പ്രായം കൂടിയ ആളുകൾ തീർച്ചയായിട്ടും ദൈവസഭയിൽ ഉണ്ടാകും. അപ്പോൾ അവരെ ഭരിക്കുക, അവരോട് ആജ്ഞാപിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വേലയിൽ തിമോത്തിയോസിനെ ശക്തീകരിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും
ഒക്കെയാണ് കൊരിന്തിൽ നിന്ന് ഈ ലേഖനം പൗലോസ് എഴുതി അയച്ചത്. സോ ഇറ്റ് വാസ് റിട്ടൺ ഫ്രം കൊരിന്ത്. കൊരിന്തിൽ നിന്നാണ് എഴുതിയത്, എന്നിട്ട് തിമോത്തിയോസിന് എത്തിച്ചു കൊടുക്കുക ചെയ്തത്. ഈ ലേഖനം എല്ലാ ക്രിസ്തീയ വേലക്കാർക്കും സഹായമാണ്, എല്ലാ ക്രിസ്തീയ വേലക്കാർക്കും പ്രോത്സാഹനവും ആണ്. ആ ലേഖനം നമുക്കിന്ന് പലതരത്തിൽ പ്രയോജനപ്പെടുന്നു. അതുകൊണ്ടാണല്ലോ അത് വേദപുസ്തകത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നത്. ഈ ലേഖനത്തിൻ്റെ ലക്ഷ്യവും ഈ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ചിന്തയും 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലാണ് ഉള്ളത്. നമുക്കത് വായിക്കാം. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ. ആ ഭാഗം വായിച്ചാൽ മതിയാകും. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. കണ്ടോ, ഇത് എഴുതുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയം. അപ്പം പണ്ട് ദൈവാലയം എന്ന് പറഞ്ഞ കെട്ടിടങ്ങളായിരുന്നു. ഇപ്പോൾ ദൈവാലയം സഭയാണ്. നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഒരുമിച്ച് വരുന്നിടത്ത് ദൈവമുണ്ട്. അപ്പം സഭയാകുന്ന ദൈവാലയം അവിടെ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, സഭയിൽ കാര്യങ്ങൾ എങ്ങനെ നടക്കണം, സഭയിൽ ആളുകൾ എങ്ങനെ നടക്കണം. രണ്ട് കാര്യമുണ്ട് കേട്ടോ. സഭയിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ നടക്കേണ്ടത്, അല്ലെങ്കിൽ ആളുകൾ പെരുമാറേണ്ടത്, സഭയിലെ കാര്യങ്ങൾ നടക്കേണ്ടത്, രണ്ടും മനസ്സിലാക്കണം. ചിലർ കാര്യങ്ങൾ നടക്കേണ്ടതെന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ, ചിലത് ആളുകൾ അല്ല. രണ്ടും, കാര്യങ്ങൾ എങ്ങനെ നടക്കണം, ആളുകൾ എങ്ങനെ പെരുമാറണം. ഈ രണ്ട് കാര്യങ്ങളും ഈ ലേഖനത്തിനകത്തുണ്ടെന്ന് അറിയുക. ആകെ ഈ ലേഖനത്തിന് 6 അധ്യായങ്ങളാണ് ഉള്ളത്. 4ആയിട്ട് അതിനെ വിഭജിക്കാം. ഇങ്ങനെയാണ് വിഭജനം. 1-ാം അധ്യായം മാത്രം എടുക്കുക, 2ഉം 3ഉം അധ്യായങ്ങൾ, 4-ാം അധ്യായം, 5ഉം 6ഉം അധ്യായങ്ങൾ, ഇങ്ങനെ 4 ഭാഗങ്ങൾ. 1-ാം അധ്യായം, 2ഉം 3ഉം അധ്യായങ്ങൾ, 4-ാം അധ്യായം, പിന്നെ 5ഉം 6ഉം അധ്യായങ്ങൾ. വിഷയം എന്താണെന്ന് പറയാം. 1-ാം അധ്യായത്തിൽ സഭയും സഭയുടെ സന്ദേശവും, ചർച്ച് ആൻഡ് ഇറ്റ്സ് മെസ്സേജ്. 2ഉം 3ഉം അധ്യായത്തിനകത്ത് സഭയും സഭയുടെ അംഗങ്ങളും, ചർച്ച് ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ്, മെസ്സേജ്, മെമ്പേഴ്സ്. പിന്നെ 4-ാം അധ്യായത്തിൽ സഭയും സഭാ ശുശ്രൂഷകനും, ചർച്ച് ആൻഡ് ഇറ്റ്സ് മിനിസ്റ്റർ. 4-മതായിട്ട് 5ഉം 6ഉം അധ്യായങ്ങൾ സഭയും സഭയുടെ ശുശ്രൂഷയും, ചർച്ച് ആൻഡ് ഇറ്റ്സ് മിനിസ്ട്രി. അപ്പോൾ ഇങ്ങനെ 4 വിഷയങ്ങളാണ്. സഭയും സഭയുടെ സന്ദേശവും, സഭയും സഭയുടെ അംഗങ്ങളും, സഭയും സഭാ ശുശ്രൂഷകനും, സഭയും സഭയുടെ വിവിധ ശുശ്രൂഷ തലങ്ങളും. സോ മെസ്സേജ് ഓഫ് ദ ചർച്ച്, മെമ്പേഴ്സ് ഓഫ് ദ ചർച്ച്, മിനിസ്റ്റർ ഓഫ് ദ ചർച്ച് ആൻഡ് മിനിസ്ട്രി ഓഫ് ദ ചർച്ച്. ഈ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിനകത്തുള്ളത്. നമുക്ക് ഓരോന്ന് ഈ 4 യൂണിറ്റുകളും നോക്കുകയാണെങ്കിൽ, ഒന്നാമത് സഭയും സഭയുടെ സന്ദേശവും. സഭ ലോകത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം എപ്പോഴും ഒരു സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ആയിരിക്കുന്ന പ്രാദേശിക സഭയെക്കുറിച്ച് നമ്മൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിന്, ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ചില സന്ദേശങ്ങൾ, ചില സഭകൾ നൽകുന്നത് യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. വേറെ ചില സഭകൾ നൽകുന്ന സന്ദേശം യേശു കണ്ണുനീർ തുടയ്ക്കുന്നു. വേറെ ചില സഭകൾ നൽകുന്ന സന്ദേശം യേശു ശാപം മുറിക്കുന്നു. വേറെ ചില സഭകൾ നൽകുന്നത് യേശു അനുഗ്രഹം വർഷിക്കുന്നു. ഇതിലേതാ ശരിയായിട്ടുള്ള സന്ദേശം? ഇത് അന്നുമുണ്ട്. അതുകൊണ്ട് ഈ ലേഖനത്തിൽ ആദ്യം പറയുന്നത്, തെറ്റായ ഉപദേശം പഠിപ്പിക്കരുത്, തെറ്റായ സന്ദേശം നൽകരുത്. ഓൾവേസ് ടീച്ച് റൈറ്റ് ഡോക്ട്രിൻ, പഥ്യോപദേശം. അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്തായിരിക്കണം ഒരു സഭ നൽകുന്ന സന്ദേശം എന്ന് ആദ്യം അറിയാനായിട്ട് 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമുക്ക് വായിക്കാം. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഇതാണ് സഭ നൽകേണ്ട സന്ദേശം. നമ്മൾ വേദപുസ്തകമൊക്കെ എടുത്ത് ആരാധനയ്ക്കായിട്ട് പോരുമ്പോൾ, ഞാനൊരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് പോകുന്നത്, അല്ലേ? അപ്പം ആളുകൾ ആരെങ്കിലും തടഞ്ഞു നിർത്തിയിട്ട്, നിങ്ങൾ എന്താണ് ഈ പുസ്തകം എടുത്തുകൊണ്ട് എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ആരാധനയ്ക്ക് പോവുകയാണ്, വായ്, എൻ്റെ രോഗം കർത്താവ് സൗഖ്യമാക്കി, എനിക്കൊരാശ്വാസം കിട്ടി, അങ്ങനെയാണോ നമ്മൾ പറയുന്നത്? അല്ലെങ്കിൽ ഞായറാഴ്ച ആരാധിക്കേണ്ടതാണ്, വീട്ടിലിരിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ വേർപെട്ടവനാണ്. ഇങ്ങനെ പല മറുപടികളായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ എന്താ പറയേണ്ടതെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഞാൻ ഒരു പാപിയായിരുന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പക്ഷെ പലപ്പോഴും നമ്മൾ അതങ്ങോട്ട് സമ്മതിക്കുകയല്ല. ഞാൻ അത്ര പാപിയൊന്നും, ഞാൻ നല്ലവനായതുകൊണ്ടാണ് പോകുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ എന്താണ് സഭ നൽകേണ്ട സന്ദേശം? ഞാൻ പാപി, ഞങ്ങളൊക്കെ പാപികളായിരുന്നു, എന്നാൽ യേശു ക്രിസ്തു പാപികളായിരുന്നു ഞങ്ങളെ രക്ഷിച്ചു. അതുകൊണ്ട് ആ യേശുവിൻ്റെ അടുക്കിലേക്ക് എപ്പോഴും പോകാൻ ഞങ്ങൾക്ക് ആഗ്രഹമാണ്. ഇതാ ഇന്ന് ഞങ്ങൾ പോവുകയാണ്. യേശു ക്രിസ്തു
യേശു എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ എന്താ? അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കും. മാത്യു 1:21 അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. യേശു എന്ന് പറയുമ്പോൾ തന്നെ അവന് യേശു എന്ന് പേരിട്ടതിൻ്റെ കാരണം മത്തായി 1:21 അവിടെ കൃത്യമായിട്ട് പറഞ്ഞു അവന് യേശു എന്ന് പേരിടണം. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അവൻ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ. പക്ഷെ ഇന്ന് നമ്മൾ ഏറ്റവും മിനിമം പറയുന്ന ഒരു കാര്യമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ സഭ നൽകേണ്ട സന്ദേശം എന്താണ്? യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, എന്നെ അവൻ രക്ഷിച്ചു. അതുകൊണ്ട് എനിക്ക് രക്ഷകൻ്റെ കൂടെ പോകണം. അതുകൊണ്ടാണ് ഞാൻ സഭയിൽ പോകുന്നത്. അപ്പോൾ ചിലർ പറയും അതിന് ഞങ്ങളൊരു സന്ദേശവും നൽകുന്നില്ല, ഞങ്ങൾ കൺവെൻഷൻ നടത്തിയിട്ട് തന്നെ കൊല്ലങ്ങളായെന്നായിരിക്കും പറയുന്നത്. പക്ഷെ നിങ്ങൾ കൺവെൻഷൻ നടത്തുന്നുണ്ടെങ്കിലും നടത്തുന്നില്ലെങ്കിലും യു ആർ കോൺസ്റ്റൻ്റ്ലി ഗിവിങ് ഔട്ട് എ മെസ്സേജ്, അല്ലേ? നമ്മൾ നിരന്തരം, അതുകൊണ്ടാണല്ലോ പറയുന്നത് ആളുകൾ ആരും ബൈബിള് വായിക്കുന്നില്ല, നമ്മൾ ബൈബിള് വായിക്കുന്നു. ആളുകൾ ആരെ വായിക്കുന്നു? നമ്മളെ വായിക്കുന്നു. നമ്മളൊരു സന്ദേശം കൊടുത്തുകൊണ്ടേ. എന്ത് സന്ദേശം? ആ സന്ദേശം ഇതായിരിക്കണം: യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു, അവൻ എന്നെയും രക്ഷിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു സഭ നൽകേണ്ട സന്ദേശം. ഇതാണ് കീ തോട്ട് ഓഫ് ദ ബുക്ക്. ഈ പുസ്തകത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണത്. നമുക്ക് 1-ാമത്തെ അധ്യായം പരിശോധിക്കാമെന്നാണല്ലോ പറഞ്ഞത്. 1-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് 10-ാം വാക്യത്തിലുണ്ട്. ഇൻ ഷോർട്ട് 10-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 1:10 പഥ്യോപദേശത്തിന് വിപരീതമായ മറ്റ് ഏതിനും അത്ര വെച്ചിരിക്കുന്നത് പഥ്യോപദേശം. മനസ്സിലായോ? പഥ്യോപദേശം, സൗണ്ട് ഡോക്ട്രിൻ. യു ടീച്ച് ഓൺലി സൗണ്ട് ഡോക്ട്രിൻ. പഥ്യോപദേശം മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ. 1-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ കൂടെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്യത ഉപദേശിക്കരുതെന്നും. കണ്ടോ? അന്യത, അതാ ഞാനീ പറഞ്ഞ കാര്യമാണ്. അന്യത ഉപദേശിക്കരുതെന്ന് പറഞ്ഞാൽ വേറെ ഒരു കാര്യവും പറയരുതെന്ന്. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാനായിട്ടാണ് വന്നത്. യേശു എന്തിനാ ക്രൂശിൽ മരിച്ചത്? പാപിയെ രക്ഷിക്കാനായിട്ടാണ്. അതുകൊണ്ട് അന്യത ഡോണ്ട് ടീച്ച് ഫോൾസ് ഡോക്ട്രിൻ. അന്യത ഉപദേശിക്കരുതെന്നും. വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കധോനിക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. അപ്പം മക്കധോനിക്ക് പോയ സമയത്ത് നീ എഫെസോസിൽ താമസിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? റോങ് ഡോക്ട്രിൻ ഈസ് സ്പ്രെഡിങ്. മനസ്സിലായോ? തെറ്റായ ഉപദേശം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തെറ്റായ ഉപദേശം പ്രചരിപ്പിക്കുന്നവരോട് സ്റ്റോപ്പ് ഇറ്റ്, പഥ്യോപദേശം പ്രസംഗിക്കണം. എന്താ അപ്പം ഇന്നത്തെ പ്രശ്നം അന്നും ഉണ്ടല്ലേ? ഇന്ന് നമ്മൾ തെറ്റായ ഉപദേശങ്ങൾ പലരും പ്രസംഗിച്ച് കേൾക്കുമ്പോൾ ഇതൊരു പുതിയ കാര്യമാണെന്ന് വിചാരിക്കരുത്. പണ്ട് തൊട്ടേ ഉള്ളൊരു സൂക്കേടാണിത്. പണ്ട് തൊട്ടേ ഉള്ളൊരു രോഗമാണ് ടീച്ചിങ് റോങ് ഡോക്ട്രിൻ. അതുകൊണ്ട് പോൾ പറയാണ് സ്റ്റോപ്പ് ഇറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? സൗണ്ട് ഡോക്ട്രിൻ, പഥ്യ ഉപദേശം. ആ ഉപദേശം എന്താണെന്നുള്ളതാണ് ഇപ്പം നമ്മൾ കേട്ടത്. 3-ാം വാക്യത്തിൽ അന്യഥ ഉപദേശിക്കരുത് എന്ന് പറഞ്ഞത് ഈ സത്യ ഉപദേശം അല്ലാതെ മറ്റൊന്നും പറയരുത് എന്നുള്ള അർത്ഥത്തിലാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഈ സത്യസുവിശേഷം മാത്രം പ്രഘോഷിക്കണം എന്നാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണെങ്കിൽ ഡിഫെൻഡ് ദ ഫെയ്ത്ത്, വിശ്വാസം സംരക്ഷിക്കണം. പക്ഷെ അതിന് ഉപയോഗിച്ചിരിക്കുന്ന 18-ാം വാക്യം വായിക്കുകയാണെങ്കിൽ നല്ല യുദ്ധസേവ ചെയ്യുക എന്നാണ്. വായിച്ചാട്ടെ 18-ാം വാക്യം. മകനെ തിമോത്തിയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. നല്ല യുദ്ധസേവ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധം ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മുടെ ഗ്രൗണ്ട് ആരും പിടിക്കാതിരിക്കാനാണ്, അല്ലേ? നമ്മുടെ ഗ്രൗണ്ട് ആരെങ്കിലും പിടിക്കുകയാണെങ്കിൽ തിരിച്ചു പിടിക്കാനും, ആരെങ്കിലും ഇങ്ങോട്ട് കയറിയെങ്കിൽ അവനെ പുറത്താക്കാനും. അപ്പോൾ ഈ സുവിശേഷത്തിൽ അന്യത ഉപദേശിച്ചത് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അടിച്ച് പുറത്താക്കി ആ വിശ്വാസത്തെ സംരക്ഷിക്കുക. വിശ്വസ്ത മനുഷ്യർ, പൗലോസ് പറഞ്ഞു, ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചു, നീ ഇതാരെ ഭരമേൽപ്പിക്കണം? വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കണം. അപ്പോൾ അങ്ങനെ വിശ്വസ്തനായിട്ട് ഈ സത്യസുവിശേഷം പ്രസംഗിക്കുക, അന്യത ഉപദേശിക്കരുത്. ഇതാണ് 1-ാം അധ്യായത്തിൻ്റെ വിഷയം. അതുകൊണ്ട് ദിസ് ഈസ് ദ മെസ്സേജ് ഓഫ് ദ ചർച്ച്. സഭയുടെ സന്ദേശം എന്താണ്? യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. 2-3 അധ്യായങ്ങളിൽ സഭയും സഭാംഗങ്ങളും. അപ്പോൾ സഭയും സഭാംഗങ്ങളും എന്ന് പറഞ്ഞപ്പോൾ ഒരു സഭയിൽ അംഗങ്ങൾ ചേർന്ന് നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ആദ്യം തന്നെ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം.
എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുൻപേ പ്രബോധിപ്പിക്കുന്നു. സകലത്തിനു മുമ്പേ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്രാർത്ഥന. ഒരു സഭയിൽ സഭാംഗങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പ്രാർത്ഥന. അതിന് പല തലങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? യാചന, പ്രാർത്ഥന, പക്ഷവാദം, സ്തോത്രം. ഈ 4 കാര്യങ്ങളും സഭയിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കണം. അതാണ് ഒന്നാമത് സഭയിൽ സംഭവിക്കേണ്ടത്. ഈ കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്നതിനായിട്ട് ആരുണ്ട്? നമുക്കൊരു മധ്യസ്ഥനുണ്ട്. 5-ാം വാക്യം. ദൈവം ഒരുവനല്ലോ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അപ്പം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നില്ല, അങ്ങനെ തെറ്റി പറയരുത്. നമ്മൾ പക്ഷവാത പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. മധ്യസ്ഥത ചെയ്യുന്ന ആരാണ്? യേശു, ഏക മധ്യസ്ഥൻ. ഏക മധ്യസ്ഥനെ ഉള്ളെങ്കിൽ പിന്നെ നമുക്ക് മധ്യസ്ഥത ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയല്ല ചെയ്യുന്നത്. മധ്യസ്ഥത ഇല്ലെന്നും പറയും, സഭകളിലൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടെന്നും പറയും. വല്ലാത്തൊരു ദുര്യോഗമാണെന്ന് എനിക്ക് തോന്നുന്നു. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് ഏക മധ്യസ്ഥനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് നമുക്ക് അവനോട് ചേർന്ന് പക്ഷവാദം ചെയ്യാം, നമുക്ക് അവനോട് ചേർന്ന് യാചിക്കാം, പ്രാർത്ഥിക്കാം, സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് പ്രാർത്ഥനയാണ് സകലത്തിനും മുമ്പ് എന്നുള്ള കാര്യം ഓർക്കുക. ഇത് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ തന്നെ ഈ ബൈബിൾ സർവേ ക്ലാസ്സുകളിൽ പ്രെയർ എന്നുള്ള ടോപ്പിക് 7 തരത്തിലുള്ള പ്രാർത്ഥനകളെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ദയവായിട്ട് നിങ്ങൾ പ്രെയർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ഡിസ്ക്രിപ്ഷനിൽ ഏതായാലും അത് കൊടുക്കുന്നില്ല. ഡിസ്ക്രിപ്ഷനിൽ തിമോത്തിയുടെ ലേഖനത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ഒന്നാമത് സഭാംഗങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ യാചന, പ്രാർത്ഥന, പക്ഷവാദം, സ്തോത്രം. ഈ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനകത്ത് പിന്നെ ആരാധനയുണ്ട്, ഏറ്റുപറച്ചിലുണ്ട്. ആ കാര്യങ്ങളൊക്കെ മധ്യസ്ഥത കർത്താവ് ചെയ്തോളൂ. അത് നമ്മളല്ല ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യാൻ കഴിയത്തുമില്ല. എന്നാൽ ഈ സഭാംഗങ്ങൾ ആരാണെന്നൊക്കെ പറഞ്ഞില്ലല്ലോ. സഭയിൽ ആരൊക്കെ അംഗങ്ങളുള്ളത്? 8-ാം വാക്യം വായിച്ചേ. 8-ാം വാക്യം. ആകയാൽ പുരുഷന്മാർ. അപ്പൊ സഭയിൽ ആരുണ്ട്? പുരുഷന്മാരുണ്ട്. 9-ാം വാക്യം വായിച്ചേ. അവണ്ണം സ്ത്രീകളും. അപ്പൊ സഭയിൽ പിന്നാരുണ്ട്? സ്ത്രീകളുണ്ട്. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ. സഭയിലുള്ള മെമ്പേഴ്സിന്റെ ഒക്കെ പറയാം, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, അധ്യക്ഷനുണ്ട്. 8-ാം വാക്യത്തിൽ 3:8 പറഞ്ഞു അവണ്ണം ശുശ്രൂഷകന്മാരുണ്ട്. പിന്നീട് 14-ാം വാക്യത്തിൽ വരുമ്പോൾ വിശ്വാസികളും ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് സഭയുടെ ഘടന. അപ്പം പുരുഷനും സ്ത്രീയും അല്ലേ വിശ്വാസികളുടെ കൂട്ടത്തിലും? അതെ. അപ്പം ഈ പുരുഷനും സ്ത്രീയും വിശ്വാസിയാണ്. അപ്പം ഇവിടെ പറയുന്നത് പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, അധ്യക്ഷന്മാരുണ്ട്, ശുശ്രൂഷകന്മാരുണ്ട്. പിന്നെ എല്ലാവരും കൂടെ ചേരുമ്പോൾ എല്ലാവരെയും കൂടെ നമുക്ക് വിശ്വാസികളെന്ന് വിളിക്കാം. ഇവർ ഓരോരുത്തരും എന്താ ചെയ്യേണ്ടത്? 8-ാം വാക്യം പുരുഷന്മാരെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. പക്ഷെ പുരുഷന്മാർ എന്ത് ചെയ്യണം? ആകയാൽ പുരുഷന്മാർ. ഇനി ശ്രദ്ധിക്കുക, പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണ നമ്മൾ പറയുന്നത് പുരുഷന്മാർ കമ്മിറ്റി കാര്യങ്ങളും പുറം കാര്യങ്ങളും ഒക്കെ നടത്തിക്കോളും, സ്ത്രീകൾ പ്രാർത്ഥിക്കണമെന്നാ. പക്ഷെ അങ്ങനല്ല, സ്ത്രീകളല്ല. ഇവിടെ ആരോടാ പറഞ്ഞത്? പുരുഷന്മാർ കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. വിശുദ്ധ കൈകൾ ഉണ്ടാകണമെങ്കിൽ വിശുദ്ധ ജീവിതം ഉണ്ടാകണം. കൈ മാത്രം വിശുദ്ധമായിട്ടുള്ളൊരു രീതിയില്ല. വിശുദ്ധ ജീവിതം നയിച്ച് വിശുദ്ധ കൈകളെ ഉയർത്തി അവർ പ്രാർത്ഥിക്കണം. സ്ത്രീകൾ എന്ത് ചെയ്യണം? അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നെ തലമുടി പൊന്ന്. അപ്പം അത് മുഴുവൻ വായിക്കണം കേട്ടോ. അപ്പോൾ സ്ത്രീകൾ യോഗ്യമായ വസ്ത്രം ധരിച്ച് ദൈവഭക്തിയുള്ളവരായി സൽപ്രവൃത്തികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകണം. അവർ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. ഔവണ്ണം സ്ത്രീകളെന്ന് പറഞ്ഞപ്പം അവരും പ്രാർത്ഥിക്കണം. പക്ഷേ ഇൻ അഡീഷൻ ടു ദാറ്റ് ഈ കാര്യങ്ങളും കൂടെ ഒക്കെ വേണമെന്ന്. ഏതൊക്കെ? യോഗ്യമായ വസ്ത്രം ധരിക്കണം. ഈ ഫാഷൻ ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ഫാഷൻ ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ? തീർച്ചയായിട്ടും സ്ത്രീകൾക്കാണല്ലോ. അതുകൊണ്ട് ദൈവഭക്തിയുള്ളവരായി സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായി മാറണം. അത്ര ഇപ്പോൾ പറയാനായിട്ട് സമയമുള്ളൂ. അധ്യക്ഷന്മാരെക്കുറിച്ച് 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങളിൽ പറഞ്ഞു. അവിടെ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അതെല്ലാം കൂടെ കാച്ചിക്കുറുക്കി എടുത്താൽ 4 മേഖലകളാണ്: കുടുംബജീവിതം, വ്യക്തിജീവിതം, പരസ്യജീവിതം, ആത്മീയ കാഴ്ചപ്പാട്. ഈ 4 കാര്യങ്ങളിൽ കെയർഫുൾ ആയിരിക്കണം. ഫാമിലി ലൈഫ്, പേഴ്സണൽ ലൈഫ്, പബ്ലിക് ലൈഫ് ആൻഡ് സ്പിരിച്വൽ ബിലീഫ്. ഓരോ വാക്യങ്ങളെങ്കിലും വായിപ്പിക്കാം. അധ്യക്ഷന്മാരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് 4-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി. 4-5 വാക്യങ്ങൾ. മദ്യപ്രിയനും തല്ലുകാരനും അരുത്,
ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട് പിശാചിന് വന്ന 12-ാം വാക്യം കൂടെ വായിക്കാം. 12-ാം വാക്യം, ശുശ്രൂഷകന്മാർ ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം. നല്ല കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കണം എന്ന് ക്ലിയർ ആണ്. രണ്ടാമത് വ്യക്തി ജീവിതത്തെ കുറിച്ച് 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കാം. മദ്യപ്രിയനും തല്ലുകാരനും അരുത്, ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. 6-ാം വാക്യം, നിഗളിച്ചിട്ട് പിശാചിന് വന്ന് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിക്ഷനും അരുത്. 8-ാം വാക്യം, അവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം, ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭ മോഹികളും അരുത്. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഞാൻ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. പരസ്യ ജീവിതത്തെക്കുറിച്ച് 7-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് ലൈഫ് 7-ാമത്തെ വാക്യം, നിന്നയിലും പിശാചിന്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറത്തുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനുമായിരിക്കണം. അകത്തുള്ളവരോട് മാത്രമല്ല പുറത്തുള്ളവരോടും നല്ല സാക്ഷ്യം. ആത്മീയ കാഴ്ചപ്പാടിനെ കുറിച്ച് 9-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. 8-ാം വാക്യത്തിൽ ശുശ്രൂഷക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ശുശ്രൂഷകന്മാർ അവരും യോഗ്യതയുള്ളവരായിരിക്കണം. 11-ാം വാക്യത്തിൽ ശുശ്രൂഷക്കാരത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അവരും യോഗ്യതയുള്ളവർ ആയിരിക്കണം. 14, 15, 16 വാക്യങ്ങളിൽ വിശ്വാസികളെ കുറിച്ച് കോമൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിച്ചാൽ ഒരു ഗാനം പോലെ എഴുതിയിരിക്കുന്ന, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു, താമസിച്ചു പോയാലോ? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ഇന്നത്തെ വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു. ദൈവഭക്തിയുടെ മർമ്മം മനസ്സിലാക്കിയവരാണ് യഥാർത്ഥ വിശ്വാസികൾ. മനസ്സിലായോ? യഥാർത്ഥ വിശ്വാസി ആരാണ്? ദൈവഭക്തിയുടെ മർമ്മം ഗ്രഹിച്ചവർ. എന്താണ് ഈ ദൈവഭക്തിയുടെ മർമ്മം? ഇറ്റ്സ് നോട്ട് ഇൻ ഡൂയിങ് ബട്ട് ഇൻ ബീയിങ്. നമ്മൾ ചെയ്തു കൂട്ടുന്നതിലല്ല, നമ്മൾ ആകേണ്ടതുപോലെ രൂപാന്തരപ്പെടുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ചെയ്യുന്നതല്ല ദൈവം നോക്കുന്നത്, പ്രവൃത്തികളല്ല നോക്കുന്നത്, നമ്മൾ ആരാണെന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ കുറേ പേരൊക്കെ അവസാനം കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. അവർ ചെയ്യാത്തത് കൊണ്ടല്ല. ഡൂയിങ് ഈസ് നോട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മേഖലകളിലൊക്കെ ഇന്ന് ആളുകൾക്ക് ചെയ്യുന്നതിലാണ് വലിയ പ്രാധാന്യം കാണുന്നത്. പക്ഷെ അതല്ല കർത്താവ് നോക്കുന്നത്. നമ്മൾ രൂപാന്തരപ്പെടേണ്ടതുപോലെ ക്രിസ്താനുരൂപികളായിട്ടുണ്ടോ? പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ടിട്ടുണ്ടോ? അതാണ് ദൈവത്തിൻ്റെ മർമ്മം. ആ ദൈവഭക്തിയുടെ മർമ്മം ഗ്രഹിച്ചവരാണ് യഥാർത്ഥ വിശ്വാസികൾ. മുമ്പോട്ട് പോകാം. 4-ാം അധ്യായത്തിൽ സഭയും സഭാ ശുശ്രൂഷകനും. സഭാ ശുശ്രൂഷകന്മാർ പൊതുവെ ധരിക്കുന്നത് അവരെല്ലാം ഓക്കെയാണ്, ശുശ്രൂഷ അനുഭവിക്കുന്ന ജനങ്ങളാണ് കുഴപ്പക്കാരെന്നാണ്. അതുകൊണ്ട് 4-ാം അധ്യായം നമുക്ക് അവസാനത്തെ വാക്യത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. സാധാരണ എല്ലാം 1-ാം വാക്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ അധ്യായത്തിൽ ഞാൻ അവസാനത്തെ വാക്യത്തിൽ നിന്ന് തുടങ്ങുകയാണ്. 4:16 എന്താ പറയുന്നത്? നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അപ്പൊ എന്താ പറയണ്ടേ? പ്രീച്ചർ സേവ് യുവർ സെൽഫ്. പ്രസംഗക, ശുശ്രൂഷക, ആദ്യം നീ നിന്നെ തന്നെ രക്ഷിക്കാൻ, എന്നിട്ട് വേണം നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കാനായിട്ട്. പക്ഷെ നമ്മൾ സാധാരണ പ്രീച്ചേഴ്സ് ആൻഡ് മിനിസ്റ്റേഴ്സ് തിങ്ക് ദാറ്റ് ദേ ആർ ഓൾ റൈറ്റ് ആൻഡ് അല്ലേ, കേൾക്കുന്നവരെല്ലാമാണ് കുഴപ്പക്കാരെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് പോൾ പഠിപ്പിക്കുന്നത് ഫസ്റ്റ് യു സേവ് യുവർ സെൽഫ്. ഒന്നാമത് നീ നിൻ്റെ രക്ഷയുടെ അനുഭവത്തിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുക, അവിടെ നിന്ന് ഇളകി പോകാൻ പാടില്ല. എങ്കിലേ മറ്റുള്ളവരെ നിനക്ക് അതിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയുകയുള്ളൂ. അതിനെന്താ ചെയ്യേണ്ടത്? 6-ാം വാക്യം, 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞു, വചനത്താൽ പോഷണം ലഭിച്ച്. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച്. വചനത്താൽ പോഷണം ലഭിച്ച്, വചനാനുസൃതമായിട്ട് വചനാധിഷ്ഠിതമായിട്ട് ശുശ്രൂഷ ചെയ്യണമെന്ന്. നോട്ട് അവേ ഫ്രം ദ വേർഡ് ബട്ട് ഇൻ ദ വേർഡ്, ബേസ്ഡ് ഓൺ ദ വേർഡ്.
വചനാനുസൃതമായിട്ട് ശുശ്രൂഷ ചെയ്തെങ്കിൽ മാത്രമേ ഒരു നല്ല ശുശ്രൂഷകനാകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ കുറച്ചുകൂടെ ക്ലിയറായിട്ട് പറഞ്ഞാൽ ഈ അധ്യായത്തിനകത്ത് 3 തരത്തിലുള്ള 3 ലെവലിലുള്ള ശുശ്രൂഷകൾ, 3 ലെവൽസ് ഓഫ് മിനിസ്ട്രി, 3 ലെവലിലുള്ള ശുശ്രൂഷകളെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കത് അതൊന്ന് മെൻഷൻ ചെയ്ത് പോകാനേ സമയമുള്ളല്ലോ. ഒന്നാമത് 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്ക് വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുവേശുവിന് നല്ല ശുശ്രൂഷകനാകും. നല്ല ശുശ്രൂഷകൻ, ആ പ്രയോഗം കണ്ടോ? ഗുഡ് മിനിസ്റ്റർ, നല്ല ശുശ്രൂഷകൻ. ആരായി നല്ല ശുശ്രൂഷകൻ? വചനം പ്രസംഗിക്കുന്നവൻ, വചനം പഠിക്കുന്നവൻ, വചനത്താൽ പോഷണം ലഭിച്ച് വചനം പ്രഘോഷിക്കുന്നവനാണ് ആര്? നല്ല അതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് മിനിസ്ട്രീസ് എ ഗുഡ് മിനിസ്റ്റർ, നല്ല ശുശ്രൂഷകൻ. പക്ഷെ അവിടെ തന്നെ നിൽക്കുകയല്ല, അവിടെ നമ്മൾ 2-ാമത്തെ ലെവലിലേക്ക് പോകണം. 2-ാമത്തെ ലെവൽ 12-ാം വാക്യത്തിലാണ് ഉള്ളത്. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ 12 മാത്രം നമുക്ക് വായിക്കാം. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. അപ്പം മാതൃകയുള്ള ഗോഡ്ലി മിനിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഭക്തിയുള്ള മാതൃകയുള്ള ശുശ്രൂഷകൻ. 12-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. മാതൃകയായിരിക്കുക എന്ന് പറഞ്ഞില്ലേ? ഏതൊക്കെ മേഖലകളിലാണ് മാതൃകയാകേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ വചനം പ്രസംഗിച്ച വചനം എന്ത് ചെയ്യണം? പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരണം. ശുശ്രൂഷകന്മാർ സാധാരണ എന്താ ചെയ്യുന്നത്? വചനം പഠിപ്പിക്കുക ചെയ്യുന്നത്, പ്രസംഗിക്കുക ചെയ്യുന്നത്. എന്തിന്? വിശ്വാസികളെല്ലാം ചെയ്യാനായിട്ട്. ഇപ്പം പ്രസംഗിച്ച ആൾ ചെയ്യണ്ടേ? പിന്നെ ആദ്യം ചെയ്യേണ്ടത് പ്രസംഗിച്ച ആളാണ്. നോട്ട് ജസ്റ്റ് പ്രീച്ചിങ് ദ വേർഡ് ബട്ട് പ്രാക്ടീസിങ് ദ വേർഡ്. ഫസ്റ്റ് ഈസ് 1-ാമത്തെ ലെവൽ എന്ന് പറയുന്നത് ഗുഡ് മിനിസ്റ്റർ പ്രീച്ചിങ് ദ വേർഡ്. 2-ാമത്തെ ലെവൽ ഗോഡ്ലി മിനിസ്റ്റർ, ഭക്തിയുള്ളൊരു ശുശ്രൂഷകൻ പ്രാക്ടീസിങ് ദ വേർഡ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവൻ മറ്റുള്ളവർക്ക് മാതൃകയാകണം. 12-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം നമുക്ക്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. ഓക്കെ. വാക്കിലും നടപ്പിലും, അതാണ് ശ്രദ്ധിക്കേണ്ടത്. വാക്കിലും, നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഇംഗ്ലീഷ് ബൈബിളിൽ ഇൻ സ്പിരിറ്റ് എന്നും കൂടെ ഉണ്ട്, ആത്മാവിലും എന്നുണ്ട്. മനസ്സിലായോ? ഈ പറഞ്ഞതെല്ലാം കൂടാതെ മലയാളികൾ ചിലതൊക്കെ വിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇതും കൂടെ ചേർക്കണം. ഇൻ സ്പിരിറ്റ് ഈ കാര്യങ്ങളിലൊക്കെ നീ വിശ്വാസികൾക്ക് മാതൃക. വിശ്വാസികൾക്ക് മാതൃക എന്നല്ല, മോഡൽ ഓഫ് ദ ബിലീവർ. ഒരു വിശ്വാസിയുടെ മാതൃക നീ ആയിരിക്കണമെന്ന്. വിശ്വാസികൾക്ക് മാതൃക എന്നുള്ളതും വിശ്വാസിയുടെ മാതൃക എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. അപ്പം ശുശ്രൂഷകൻ വിശ്വാസികളുടെ മോഡൽ, മാതൃക. യു ആർ ദ മോഡൽ. അതുകൊണ്ടാണല്ലോ പോള് കഴിഞ്ഞ ലേഖനത്തിലൊക്കെ നിങ്ങൾക്ക് എന്നെ അനുകരിക്കാം, എൻ്റെ മാതൃക പിന്തുടരുക. ഇന്ന് എത്ര മിനിസ്റ്റേഴ്സിന് അങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾക്ക് എന്നെ അനുകരിക്കാം. നമ്മൾ ഉടനെ പറയുന്നത് നമുക്ക് ആർക്കും പറ്റത്തില്ല, കർത്താവിനെ അനുകരിച്ചു എന്നാണ്. അത് കൊള്ളാം. പക്ഷെ കർത്താവിനെ അനുകരിക്കുന്ന പോലെ പോള് പറയുന്നത് ക്രിസ്തുവിനും ഞങ്ങൾക്കും അനുകാരികളായി തീർന്നതാണ്. സോ എ മോഡൽ മിനിസ്റ്റർ പ്രാക്ടീസിങ് ദ വേർഡ്. അതാണ് 2-ാമത്തെ ലെവൽ. 3-ാമത്തെ ലെവൽ അതുകൊണ്ട് തീർന്നു എന്ന് കരുതരുത്. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു ശുശ്രൂഷകൻ എന്ന പ്രയോഗമുണ്ട്. 14-ാം വാക്യം വായിക്കാം. 14-ാം വാക്യം. മൂപ്പന്മാരുടെ കൈവെപ്പോടു കൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി കണ്ടോ? അഭിവൃദ്ധി ഇതിനകത്ത് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് എ ഗ്രോയിങ് മിനിസ്റ്റർ ഓർ എ പ്രോഗ്രസിങ് മിനിസ്റ്റർ, ഗ്രോയിങ് ഇൻ ദ വേർഡ്. വചനത്തിൽ അഭിവൃദ്ധി, സാമ്പത്തിക അഭിവൃദ്ധി അല്ല. ഇന്ന് സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരുപാട് മിനിസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് വചനത്തിൽ അഭിവൃദ്ധി. അപ്പൊ ഗുഡ് മിനിസ്റ്റർ, ഗോഡ്ലി മിനിസ്റ്റർ, ഗ്രോയിങ് മിനിസ്റ്റർ, നല്ല ശുശ്രൂഷകൻ, ഭക്തിയുള്ള മാതൃകാ ശുശ്രൂഷകൻ, അഭിവൃദ്ധിയുള്ള ശുശ്രൂഷകൻ. ഏത് കാര്യത്തിലാ? വചനം. നല്ല ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ പ്രീച്ചിങ് ദ വേർഡ്. ഗോഡ്ലി മിനിസ്റ്റർ ഭക്തിയുള്ള മാതൃക എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിങ് ദ വേർഡ്. ആൻഡ് ഗ്രോയിങ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസിങ് ഇൻ ദ വേർഡ്. നിങ്ങൾ വചനത്തിൽ എവിടം വരെ പോയി അത്രയും മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസികളെ കൊണ്ടുപോകാനൊക്കെ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പോയിട്ടില്ലാത്ത മേഖലകളിലേക്ക് വിശ്വാസികളെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയത്തില്ല. സോ യു മസ്റ്റ് പ്രോഗ്രസ് ഇൻ ദ വേർഡ്. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. സോ ദാറ്റ് ഈസ് ചാപ്റ്റർ 4. നമുക്ക് 5-6 അവസാനത്തെ യൂണിറ്റ് 5-6 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ സഭയും സഭയുടെ വിവിധ ശുശ്രൂഷകളും, സഭയ്ക്ക് വിവിധ തലങ്ങളിലുള്ള ശുശ്രൂഷകളുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിന്ന് പറയുന്നത് പോലെ ചൈൽഡ് ഇവാഞ്ചലിസം, യൂത്ത് മിനിസ്ട്രി, ഫിലിം മിനിസ്ട്രി അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അത് വേണോ വേണ്ടോ എന്നുള്ളതല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സഭയിൽ
മൂത്തവരുണ്ട്. 1-ാം വാക്യത്തിൽ തന്നെ നമ്മൾ മൂത്തവർ എന്ന പ്രയോഗം കാണുന്നു. മൂത്തവൻ, ഇപ്പം പ്രായം കൂടിയ ആളുകൾ, ഓൾഡ് ജനറേഷൻ, അവർക്ക് അറ്റൻഷൻ കൊടുക്കണം. പിന്നീട് 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മൂത്ത വിധവമാർ, മനസ്സിലായോ? പ്രായം കൂടിയ വിധവമാർ, അവർക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്. 11-ാം വാക്യത്തിൽ, 11-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇളയ വിധവമാർ, അവ പ്രായം കുറഞ്ഞ ഇളയ വിധവമാരുണ്ട്. പിന്നെ സഭാ ശുശ്രൂഷകന്മാരുണ്ട്. 5:17 വായിക്കുകയാണെങ്കിൽ മൂപ്പന്മാർ, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർ. അപ്പോൾ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർ ഉണ്ട്. 5-ാമതായിട്ട് 6-ാം അധ്യായത്തിൽ ദാസന്മാർ, 6:1 നുകത്തിന്റെ കീഴിൽ ദാസന്മാരായിരിക്കുന്ന ആളുകളുണ്ട്. 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ ദുരുപദേശക്കാർ, അല്ലെങ്കിൽ സഭയിൽ തന്നെ തെറ്റായ ഉപദേശം, അന്യത ഉപദേശിക്കുന്ന ആളുകൾ കാണും. അപ്പം അവരെ ഡീൽ ചെയ്യേണ്ട കാര്യമാണ്. 6:3 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ, തെറ്റായ കാര്യങ്ങൾ പറയുന്നവർ സഭയിലുണ്ടാകാം. ഇനി 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ വരുമ്പോൾ ധനവാന്മാർ, ഈ ലോകത്തിലെ ധനവാന്മാർ, 6:17 ഈ ലോകത്തിലെ ധനവാന്മാരോട്. പിന്നെ 7-ാമതായിട്ട് ദൈവത്തിന്റെ മനുഷ്യർ, 6:11 ഇടയന്മാർ അല്ലെങ്കിൽ പാസ്റ്റർമാരെ ഉദ്ദേശിച്ചിട്ടാണ്. 6:11 മുതൽ 16 വരെയും 20-21 വാക്യങ്ങളും. അതുകൊണ്ട് സഭയ്ക്ക് ഇങ്ങനെയുള്ളവരോടൊക്കെ ഒരു പ്രതിബദ്ധതയുണ്ടെന്ന്. മൂത്തവരോട്, മൂത്ത വിധവമാരോട്, ഇളയ വിധവമാരോട്, ശുശ്രൂഷകന്മാരോട്, ദുരുപദേശം പറയുന്നവരോട്, ദാസന്മാരോട്, ദൈവത്തിൻ്റെ മനുഷ്യരായിട്ടുള്ള ശുശ്രൂഷക്കാരായ ഇടയന്മാരോട്, പിന്നെ ധനവാന്മാരോട്. ഇവരെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പഠിക്കുക. അതാണ് ഈ 1 തിമോത്തിയുടെ ലേഖനം. ഈ പഠനം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. നേരത്തെ പ്രായം പറഞ്ഞല്ലോ, പൗലോസിൻ്റെയും തിമോത്തിയുടെയും, ഓർമ്മയുണ്ടോ? പൗലോസ് പ്രായമുള്ള ഒരാളും അതിൻ്റെ പകുതി വയസ്സുള്ള തിമോത്തിയും. അങ്ങനെയാണെങ്കിൽ തിമോത്തിക്ക് പ്രായവും പക്വതയുമുള്ള ഈ അപ്പോസ്തലൻ ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇന്ന് പ്രായമുള്ളവർ ചെറുപ്പക്കാർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 5-6 ഞാൻ പറയാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. അല്ലയോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. ഇംഗ്ലീഷിൽ വായിച്ചാൽ സയൻസ് ഫോൾസ്ലി സോ കോൾഡ് എന്നാണ്. ശാസ്ത്രം എന്നുള്ള പേരിൽ നമ്മൾ കാണിക്കുന്ന കസർത്തുകൾ ഒക്കെ ഒഴിഞ്ഞു നിൽക്കുകയാണ് നല്ലതെന്ന്. എന്നിട്ട് എന്ത് ചെയ്യണം? 6:12 പറഞ്ഞു വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. 1:18 പറഞ്ഞു വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനാകുക. 4:8 പറഞ്ഞു ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത്. അതേ വാക്യത്തിൽ പറഞ്ഞു ദൈവഭക്തി സകലത്തിനും പ്രയോജനമുള്ളത്. 5:22 വായിക്കാതിരിക്കാനൊക്കെയല്ല. നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. ഇംഗ്ലീഷ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. വാട്ട് എവർ ഇറ്റ് കോസ് കീപ് യുവർ സെൽഫ് പ്യുവർ. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും നീ നിന്നെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ്. വെറുതെ ജ്ഞാനത്തിൻ്റെ പുറകെ പോകരുത്. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതണം. വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവരായിരിക്കണം. ശരീരാഭ്യാസം കൊണ്ട് കുറച്ച് പ്രയോജനമേ ഉള്ളൂ. ദൈവഭക്തി എല്ലാറ്റിനും പ്രയോജനമുള്ളതാണ്. അതിൽ നമ്മൾ എക്സസൈസ്ഡ് ആകണം. നമ്മളെ തന്നെ നിർമ്മലരായി കാക്കണം. വീണ്ടും ഈ പുസ്തകത്തിൽ ആവർത്തിക്കുന്ന ഒരു പ്രയോഗമാണ് ആജ്ഞാപിക്കുക, കൽപ്പിക്കുക. പല പ്രാവശ്യം ഞാൻ 1-2 മാത്രം വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 1:3 അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന്. വീണ്ടും നിങ്ങൾ വായിച്ചാൽ 1:5, 18, 4:11, 5:7, 5:21, 6-ാം അധ്യായത്തിൻ്റെ 13, 14, 17 മുതൽ 19 വരെ. ഇവിടെ എല്ലാം കൽപ്പനയും ആജ്ഞാപനവും ഉണ്ട്. ശ്രദ്ധിക്കണം. നമ്മളൊരു യൗവനക്കാരെന്നുള്ള നിലയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ഫ്ലീ, ഫോളോ, ഫൈറ്റ്. വിട്ടോടുക, പിന്തുടരുക, പോരാടുക. മനസ്സിലായോ? എന്തിനാണ് വിട്ടോടേണ്ടത്? ദ്രവ്യാഗ്രഹത്തെ. 6:11 ഒന്ന് വായിച്ചാട്ടെ. 6:11, 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി. ഏതാ? ദ്രവ്യാഗ്രഹം, കപടഭക്തി മുതലായത് വിട്ടോടി.
പിന്തുടരുക, ഫോളോ. എന്തിനെയൊക്കെ ഫോളോ ചെയ്യണം? അടുത്ത ലൈനിലുണ്ട്. നീതി, അത് വിട്ടുകൂടി, നീതി, ഭക്തി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. അപ്പം വേണ്ടാത്തതിനെ വിട്ട് വേണ്ടതിൻ്റെ പിന്നാലെ, ഫ്ലീ ആൻഡ് ഫോളോ. മനസ്സിലായോ? ആൻഡ് തേർഡ്, ഫൈറ്റ്. ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾക്ക് എഫ് ആയതുകൊണ്ട് എളുപ്പമുണ്ട് ഓർത്തിരിക്കാൻ. ഫ്ലീ, ഫോളോ, ഫൈറ്റ്. എന്തിനോടാണ് പോരാടേണ്ടത്? 6:12. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. അപ്പം ഇതൊക്കെ ഈ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം. ചർച്ച് ഡിസിപ്ലിൻ, സഭയ്ക്ക് എങ്ങനെയാണ് ഡിസിപ്ലിൻ കൊടുക്കേണ്ടതെന്നുള്ളത് ഈ പുസ്തകത്തിൽ നിന്ന് പഠിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പഠിക്കാൻ കൊള്ളാവുന്നത് ചർച്ച് അഡ്മിനിസ്ട്രേഷൻ, സഭാ ഭരണം എങ്ങനെ ആയിരിക്കണം. ഇന്ന് ലോകത്തിൽ 3 തരത്തിലുള്ള സഭകളാണുള്ളത്: എപ്പിസ്കോപ്പൽ, പ്രസ്ബിറ്റേറിയൻ ആൻഡ് കോൺഗ്രിഗേഷണൽ. ഇതിലേതാണ് ശരി എന്ന് എന്താണെന്ന് അറിയാമോ? എപ്പിസ്കോപ്പൽ, പ്രസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷണൽ. എപ്പിസ്കോപ്പൽ എന്ന് പറഞ്ഞാൽ എപ്പിസ്കോപ്പ ഓർ ബിഷപ്പ്, ഓവർസിയർ അറ്റ് ദ ടോപ്പ്, വൺ മാൻ അറ്റ് ദ ടോപ്പ്. പ്രസ്ബിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ പ്രസ്ബിറ്ററോസ്, എൽഡേഴ്സ്, ഒരു മൂപ്പന്മാരുടെ സംഘം ഒരുമിച്ച് ഈ ഭരണം നടത്തുന്നതിനെക്കുറിച്ചാണ്. കോൺഗ്രിഗേഷണൽ എന്ന് പറഞ്ഞാൽ ജനാധിപത്യമാണ്. ഇതിനകത്ത് ജനാധിപത്യ രീതിയിലുള്ള ഭരണം, തെരഞ്ഞെടുപ്പ് ഒന്നും വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്തും ഇല്ലാത്തതായതുകൊണ്ട് അൺസ്ക്രിപ്ചറൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് മിക്കവാറും വേർപെട്ട സമൂഹങ്ങളിലും അല്ലാത്ത സഭകളിലും ഒക്കെ ഉള്ളത് ഡെമോക്രസിയാണ്, അൺസ്ക്രിപ്ചറൽ. കൃത്യമായിട്ട് നിങ്ങൾ വചനം പരിശോധിക്കുക. നമുക്ക് കൊള്ളാവുന്നത് എ കോമ്പിനേഷൻ ഓഫ് എപ്പിസ്കോപ്പൽ ആൻഡ് പ്രസ്ബിറ്റേറിയൻ. വൺ മാൻ അറ്റ് ദ ടോപ്പ്, എ ഗ്രൂപ്പ് ഓഫ് എൽഡേഴ്സ് അസിസ്റ്റിംഗ്. ഒരാൾ മുമ്പിൽ വേണം, ഒരു നേതാവ് വേണമല്ലോ. മോശയെ പോലെ ഒരാൾ വേണം, യോശുവയെ പോലെ ഒരാൾ വേണം. പക്ഷെ അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു കൂട്ടം മൂപ്പന്മാരും കൂടെ വേണം. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് സഭാഭരണം ഏറ്റവും മനോഹരമാകുന്നത്. വാക്യങ്ങളൊക്കെ ഉണ്ട്. അത് എൻ്റെ സർവേ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദയവായിട്ട് ലിങ്ക് ഉപയോഗിച്ച് 1 തിമോത്തിയുടെ ഡീറ്റെയിൽഡ് ക്ലാസ് കേൾക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇന്ന് ഒരു സഭ എങ്ങനെയാണ് പരിപാലിക്കപ്പെടേണ്ടത്, സഭയിൽ കാര്യങ്ങൾ എങ്ങനെ നടക്കണം, ആളുകൾ എങ്ങനെ നടക്കണം, കൃത്യമായിട്ട് ഗ്രഹിക്കുവാൻ ഈ പുസ്തകം നമ്മളെ സഹായിക്കും. പഠിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.